യുജിൻ, ഇപ്പോൾ നാളെ നിങ്ങളുടെ സംസ്ഥാന നേതൃയോഗം തൃശ്ശൂരിൽ നടക്കാനിരിക്കുകയാണ്. ഈ നേതൃയോഗത്തിൽ പ്രധാനമായും പല വിഷയങ്ങളും ഉന്നയിക്കപ്പെടുന്നുണ്ട്. അതിലേറ്റവും പ്രധാനമായ വിഷയമെന്ന് ഇപ്പോൾ വാർത്തകളിലെല്ലാം തന്നെ പുറത്തു വരുന്നത് ഈ ഇടതുമുന്നണിയുമായുള്ളൊരു അസ്വാരസ്യം തന്നെയാണ്. എന്താണ് ഇടതുമുന്നണിയുമായുള്ള RJDയുടെ പ്രശ്നങ്ങൾ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ അങ്ങനെ ഒരു അസ്വാരസ്യങ്ങളോ ഞങ്ങളായിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. പക്ഷെ ചില ചർച്ചകളും മറ്റു ബന്ധപ്പെട്ടും മുന്നണി യോഗങ്ങളിൽ വേണ്ടത്ര നടക്കുന്നില്ല എന്നുള്ളൊരു പരാതിയും ആക്ഷേപമൊക്കെ തന്നെ ഞങ്ങൾ ഉന്നയിച്ചിരുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് RJDക്ക് സീറ്റ് നിഷേധിക്കപ്പെടുകയുണ്ടായി. അതിന് തൊട്ടു മുമ്പുള്ള കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഇത് സംഭവിക്കുകയുണ്ട്. അപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും സീറ്റ് നൽകാമെന്ന് ഒരു ഉറപ്പ് നൽകിയിരുന്നു. പക്ഷെ അത് ഉണ്ടായില്ല, വേണ്ടത്ര ചർച്ചകൾ ഉണ്ടായില്ല. പിന്നീട് ഞങ്ങളുടെ നേതൃത്വം കത്ത് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ഉഭയകക്ഷി ചർച്ചകൾ ഉണ്ടായി. ആ ഉഭയകക്ഷി ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് ലഭിക്കേണ്ട കാര്യങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഇപ്പോഴും വേണ്ടത്ര രീതിയിൽ നടപടികളാകുന്നില്ല എന്നത് ഒരു വാസ്തവമാണ്. ഞങ്ങൾ മുന്നണിയിൽ മുമ്പ് ഇടതുപക്ഷ മുന്നണിയുടെ ഭാഗമായിരുന്നു. പ്രിയപ്പെട്ട MP വീരേന്ദ്രകുമാറും P വിശ്വംഭരനും ഒക്കെ ചേർന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രൂപം നൽകിയത്. അങ്ങനെ രൂപം നൽകിയ പ്രധാനപ്പെട്ട നേതാക്കൾ ജനതാ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിരുന്നു. അപ്പോ അതിന്റെ ഭാഗമായി തിരിച്ച് ഇടതുപക്ഷ സംവിധാനത്തിലേക്ക് വരണമെന്നുള്ള ആഗ്രഹം ഞങ്ങളിൽ നിലനിൽക്കുമ്പോഴും നിരന്തരമായി അന്നത്തെ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനും അന്തരിച്ചുപോയ കോടിയേരി ബാലകൃഷ്ണനൊക്കെ തന്നെ ഞങ്ങളുടെ പാർട്ടിയുടെ അന്തരിച്ച MP വീരേന്ദ്രകുമാറിനോട് വസതിയിൽ ചെന്ന് നിരന്തരം ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് മുന്നണിയിലേക്ക് തിരിച്ച് ഞങ്ങൾ വീണ്ടും ചെന്നത്. അത് ഇടതുപക്ഷ മൂല്യങ്ങളോടുള്ള ഒരു അനുകൂല കാര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിന്റെ ഭാഗമായിട്ടും കൂടിയായിരുന്നു. പക്ഷെ മുന്നണിയിൽ വന്നതിന് ശേഷം പാർട്ടിയെ വേണ്ടത്ര രീതിയിൽ പരിഗണിച്ചില്ല. മന്ത്രിസഭയിൽ ഞങ്ങൾക്ക് മറ്റെല്ലാ കക്ഷികൾക്കും മന്ത്രിസഭയിൽ പ്രവേശനം നൽകിയപ്പോ ഞങ്ങളെ മാത്രം മാറ്റി നിർത്തിയത് പ്രയാസകരമാണ്. കേരളത്തിലുള്ള എല്ലാ പഞ്ചായത്തുകളിലും ഞങ്ങളുടെ രാഷ്ട്രീയ സംവിധാനം ചുരുക്കം പേരാണെങ്കിൽ പോലും ഉണ്ട്. പക്ഷെ ഒരു പഞ്ചായത്തിൽ പോലും ഇടതുപക്ഷ മുന്നണിയുടെ സംഘടനാ സംവിധാനത്തിൽ ഞങ്ങൾക്ക് വേണ്ടത്ര പ്രാതിനിധ്യം ഒരു സ്ഥലത്ത് പോലും നൽകിയിട്ടില്ല. രാജ്യസഭ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ UDF വിടുന്ന സമയത്ത് ഒരു MP ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അത് തുടർന്ന് ലഭിക്കുന്നതിനുള്ള ഒരു സാഹചര്യം ഉണ്ടായില്ല. ഇപ്പൊ ഞങ്ങൾ രാജ്യസഭ നിർബന്ധമായിട്ടും ഞങ്ങൾക്ക് വേണം, ഞങ്ങൾക്കത് കിട്ടിയേ പറ്റൂ, മറ്റാരേക്കാൾ കൂടുതൽ അർഹത ഞങ്ങൾക്കുണ്ട് എന്ന് ഞങ്ങൾ ഇടതുപക്ഷ മുന്നണിയുടെ നേതാക്കളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് ലഭിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. ഞങ്ങൾക്ക് അതുപോലെ തന്നെ മന്ത്രിസ്ഥാനത്തിനും അർഹതയുണ്ട്. ഇപ്പോ ഞങ്ങൾ സംഘടനാ സംവിധാനത്തിന്റെ ഭാഗമായി ഇടതുപക്ഷ മുന്നണിയിൽ ശക്തമായൊരു രാഷ്ട്രീയ പ്രസ്ഥാനമാണെന്ന് തന്നെയാണ് ഞങ്ങൾ ധരിക്കുന്നത്. അതൊരു പക്ഷേ ചിലയിടങ്ങളിൽ CPIക്കാളും അപൂർവം ചിലയിടങ്ങളിൽ CPM-നേക്കാളും സ്വാധീനം ഞങ്ങൾക്കുണ്ട്. അപ്പൊ ആ നിലയ്ക്ക് മണ്ഡലത്തിൽ പോലും അല്ല വേണ്ട ജില്ലയിൽ പോലും ഒരാളെ പോലും കാണിക്കാൻ ഇല്ലാത്ത ഘടകകക്ഷികൾക്ക് മന്ത്രിസ്ഥാനം നൽകുകയും ഞങ്ങൾക്ക് നിഷേധിക്കപ്പെട്ടതും അതൊരു വേദനാജനകമായിട്ടുള്ള കാര്യമാണ്. പിന്നെ ആശയപരമായിട്ടുള്ള പല കാര്യങ്ങളും മുന്നോട്ട് ഞങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ബീഹാറിൽ ജാതി സെൻസസ് ഞങ്ങളുടെ അടക്കമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം മുൻകൈ എടുത്തിട്ടാണ് നടപ്പിലാക്കിയത്. കേരളത്തിലും അത് നടപ്പിലാക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അത് ഒരു പ്രത്യേകിച്ച് അത് മുന്നണി അത് ചർച്ച ചെയ്യണം, അത് നടപ്പിലാക്കണം. അതുപോലെ തന്നെ അടിയന്തരാവസ്ഥ പീഡിതരായിട്ടുള്ള ആളുകൾ വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞു. രണ്ടാമത് സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിക്കുന്ന അടിയന്തരാവസ്ഥയിൽ ജയിലിൽ കഴിഞ്ഞ ആളുകളാണ് പ്രിയപ്പെട്ട MP വീരേന്ദ്രകുമാറും പിണറായി വിജയൻ അടക്കമുള്ള ആളുകളൊക്കെ. പക്ഷേ അത്തരത്തിൽ 1.5 വർഷക്കാലത്തോളം ജയിലിൽ കിടന്ന ആളുകൾക്ക് പല സംസ്ഥാനങ്ങളും പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളൊക്കെ നൽകിയപ്പോൾ കേരളത്തിൽ അത് പരിശോധിച്ചു വരുന്നുണ്ടെങ്കിൽ പോലും നടപ്പിലാക്കുന്ന കാര്യത്തിൽ വിമുഖത കാണിക്കുകയാണ്.
യുജിൻ, ഇപ്പോൾ യോഗം ഞാനൊന്ന് ചർച്ച ചെയ്യും. ഇടപെടുകയാണ്. കുറച്ച് സമയക്കുറവുള്ളതുകൊണ്ട് അടിയന്തരമായി ഞാനൊന്ന് ഇടപെട്ടതാണ്. അതായത് നിലവിൽ ലഭ്യമാകുന്ന ചില സൂചനകൾ അനുസരിച്ച് ട്രിവാൻഡ്രം സ്പിന്നിംഗ് മിൽ, അതുപോലെ തന്നെ കേരള ആഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ, ഇതിൻ്റെയൊക്കെ ചെയർമാൻ സ്ഥാനം RJD അല്ലേ വഹിക്കുന്നത്. ഈ ചെയർമാൻ സ്ഥാനം സംബന്ധിച്ച് എന്തെങ്കിലും തീരുമാനം എടുത്തിട്ടുണ്ടോ, അല്ലെങ്കിൽ അത് സംബന്ധിച്ച് എന്തെങ്കിലും വിശദീകരിക്കാനുണ്ടോ? ലോക്സഭാ സീറ്റ് ഏകപക്ഷീയമായി നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യവും ചർച്ച ചെയ്യപ്പെടാത്ത ഒരു സാഹചര്യവും കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഉണ്ടായി എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പൊ ആ നിലയ്ക്ക് പാർട്ടിയോട് ഈ കാര്യം ആലോചിക്കാതെ മുന്നണിയിൽ ഇത് ഒരു കൂട്ടുത്തരവാദിത്തത്തോടെ കാര്യത്തിൽ ചെയ്യാത്തതിനെ സംബന്ധിച്ചുള്ള ഒരു എതിർപ്പും പ്രയാസമൊക്കെ ഞങ്ങൾക്കുണ്ടായിരുന്നു. അത് പ്രകാരം മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ആളുകൾക്ക് ഞങ്ങൾ അധികാരത്തിന്റെ ഭാഗമാണെന്ന് പറയുകയും എന്നാൽ അധികാര സ്ഥാനങ്ങൾ ഇല്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ ആകെയുള്ള ഒരു സംവിധാനം എന്ന് പറയുന്നത് ഈ പറഞ്ഞ ആർക്കും വേണ്ടാത്ത 2 കോർപ്പറേഷനാണ്. അപ്പൊ ഇതായിട്ട് ഇനി വന്ന് ഭരണത്തിന്റെ ഒരു പങ്കാളിത്തം എന്നുള്ള നിലയ്ക്ക് ഞങ്ങളും കൂടി അതിനൊരു പാപക്കറ ഏൽക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട് ഇതിനെ സംബന്ധിച്ച് ഒരു തീരുമാനം എടുത്തിരുന്നു. രാജിവെക്കാമെന്ന് മുമ്പേ തീരുമാനിച്ചിരുന്നു. അത് പ്രകാരം അത് ബന്ധപ്പെട്ട കൺവീനർക്ക് കൊടുക്കുകയും ചെയ്തിരുന്നു. പിന്നീട് അതിന്റെ തുടർ നടപടികൾ ഒന്നും ഉണ്ടായിട്ടില്ല. എന്തായാലും പാർട്ടി നാളെ തൃശ്ശൂരിച്ച് യോഗം ചേരുന്നുണ്ട്. ഭാരവാഹികളുടെയും ജില്ലാ പ്രസിഡന്റുമാരെയും യോഗം ചേരുന്നുണ്ട്. എന്താണ് മറ്റു കാര്യങ്ങളായിട്ട് ചെയ്യേണ്ടത് പാർട്ടി തീരുമാനിക്കും. യോഗം ചർച്ച ചെയ്യും. ഈ കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനങ്ങൾ രാജിവെക്കാനുള്ള സാധ്യതയുണ്ടോ? നാളെ ഇപ്പോ യോഗം നടക്കുന്നു. മുന്നണിക്കകത്ത് ഇപ്പൊ മുന്നണിയൊന്നും ഞങ്ങൾ വിടാൻ വേണ്ടി ഉദ്ദേശിക്കുന്നൊന്നുമില്ല. മുന്നണിയെ സംബന്ധിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിന് രൂപം നൽകിയ ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് ഞങ്ങളും അതിൽ പങ്കാളികളാണ്. അപ്പൊ അതിനെ സംബന്ധിച്ച് ഒരു ചെറിയ ചില കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കപ്പെടുമ്പോ അതിനെ അപ്പോൾ തന്നെ മുന്നണി വിട്ട് അപ്പുറം പോകും എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. പക്ഷെ ചില കാര്യങ്ങളൊക്കെ ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്തായാലും കൂടുതൽ കാര്യങ്ങൾ നാളത്തെ യോഗത്തിലെ കാര്യത്തെ സംബന്ധിച്ച് തീരുമാനം ഉണ്ടാകുള്ളൂ. ഒരു കാര്യം കൂടി ചോദിക്കുകയാണ്. ഏകപക്ഷീയമായ നിലപാടുകൾ CPM-ന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നൊരു അഭിപ്രായം പൊതുവേ ഇടതുമുന്നണിയിലാകെ കേൾക്കുന്ന ഒരു അഭിപ്രായമാണ്. തെളിഞ്ഞു കേൾക്കുന്നില്ലെങ്കിലും ഒളിഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ്. ഈ ഒളിഞ്ഞു കേൾക്കുന്ന ആ ഒരു അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു അഭിപ്രായമുണ്ടോ നിങ്ങൾക്ക്? അതായത് ഇടതുപക്ഷത്തെ തീരുമാനങ്ങളെല്ലാം തന്നെ CPM എടുക്കുന്നു, അത് അടിച്ചേൽപ്പിക്കപ്പെടുന്നു എന്നൊരു നിലപാടുണ്ടോ? ഏകപക്ഷീയമായ തീരുമാനങ്ങൾ ആരെടുത്താലും അത് ശരിയല്ല. ഇപ്പോ കേന്ദ്രത്തിൽ നരേന്ദ്രമോദി അത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുത്തതിന്റെ ഭാഗമായിട്ടാണ് വലിയ ഒരു തകർച്ചയും മറ്റു കാര്യങ്ങളും ഇന്ത്യ രാജ്യത്ത് പൊതുവെ ഉണ്ടായത്. അപ്പൊ ഇത് കേരളത്തിലായാൽ പോലും അത്തരത്തിലുള്ള കാര്യങ്ങൾ ആരെടുത്താലും അത് അനഭിലഷണീയമാണ്. അത് ശരിയല്ല, അത് തെറ്റാണ്. അങ്ങനെ തെറ്റുകൾ കാണിക്കുമ്പോൾ അതിന്റെ മുന്നണി സംവിധാനത്തിന്റെ ഭാഗമായി ആ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാനും അത് തിരുത്തുവാനും അത്തരത്തിൽ നല്ല രീതിയിൽ ഒരു സർക്കാർ സംവിധാനവും ജനാധിപത്യ മുന്നണി സംവിധാനവും മുന്നോട്ട് കൊണ്ടുപോകാൻ അതിൽ ഇടപെടൽ നടത്താൻ ഒരു പാർട്ടിക്ക് അവകാശമുണ്ട്. ആ പാർട്ടിയുടെ അവകാശം തീർച്ചയായിട്ടും വിനിയോഗിക്കും.